എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിശ്വസ്തത, രണ്ട് സ്നേഹം. ഇത് രണ്ടിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വിശ്വസ്തത എന്ന് പറയുമ്പോൾ അത് ആദ്യം തന്നെ പറയുമ്പം ദൈവത്തിൽ ഉള്ള വിശ്വസ്തത, രണ്ട് മനുഷ്യർ തമ്മിലുള്ള വിശ്വസ്തത. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയാണ്. അപ്പം മനുഷ്യരും ആയിട്ടുള്ള നമ്മൾക്ക് ഒരാളെ വിശ്വാസമാകുന്നത് എപ്പോഴാണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാൾ ശരിയായ രീതിയിൽ എടുക്കുമ്പോഴാണ് നമുക്ക് അയാളിൽ വിശ്വാസം തോന്നുന്നത്. അല്ലെങ്കിൽ അയാൾ പറഞ്ഞ വാക്ക് പാലിക്കുമ്പോഴാണ് നമുക്ക് അയാളിൽ വിശ്വാസം തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഒരു സുവിശേഷ ഭാഗം എടുക്കാം. നമുക്ക് വിശുദ്ധ യോഹന്നാൻ അറിയിച്ചത് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളാണ്. ആത്മീയാന്തത എന്നാണ് അതിൻ്റെ ഹെഡിങ് വരുന്നത്. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. ആ അവൻ എന്ന് പറയുന്നത് അന്ധനാണ്. അതിൻ്റെ മുമ്പത്തെ വാക്യം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. യേശു ഒരു അന്ധനെ സുഖപ്പെടുത്തി. അവനെയാണ് യഹൂദര് പുറത്താക്കിയത്. ഒന്നുകൂടെ വായിക്കാം. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? കണ്ടോ, അവിടെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ അന്ധൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? മനുഷ്യപുത്രൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഓക്കെ. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ഈശോയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു പ്രത്യേക പവറുണ്ട്. ഒരു വിശ്വാസം, അതായത് ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും യഹൂദ മതത്തിലായാലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേക ചേഞ്ചസ് വരും. എന്തു തന്നെയായാലും നമുക്ക് മറ്റുള്ളവരോടുള്ള വിശ്വസ്തത എപ്പോഴും കീപ്പപ്പ് ചെയ്യണം. അതിലുപരിയാണ് ദൈവവുമായിട്ടുള്ള വിശ്വസ്തത. പിന്നെ സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ, സ്നേഹിക്കാൻ ഒരു കഴിവ് വേണം എന്ന് തന്നെ പറയാം. കാരണം നമുക്കെതിരെ തിരിച്ചടികൾ വന്നാലും നമ്മൾ അവരെ സ്നേഹിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യേശു തന്നെ ക്രൂശിച്ചവരെ ഗാഗുൽത്തായിൽ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് അവരോട് സ്നേഹിക്കുകയും അവർ ചെയ്ത തെറ്റ് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അവർ ചെയ്ത തെറ്റ് അവരറിയാതെ ചെയ്തതാണ്, പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് യേശുവിന് ഈ ജനത്തോടുള്ള ഒരു സ്നേഹത്തെയാണ്. നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് നോക്കിയാൽ മതി. നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് പിന്നെ സ്നേഹം ഉണ്ടാവുമോ? നമ്മളോട് ആരെങ്കിലും തെറ്റായിട്ട് അല്ലെങ്കിൽ റോങ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാകില്ല. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. തനിക്കെതിരെ പറഞ്ഞാൽ പോലും അതിനെ എടുക്കേണ്ട രീതിയിൽ എടുത്ത് അവരെ തിരിച്ച് സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥരായ ദൈവവിശ്വാസികൾ. ഞാൻ
ഒരു മതത്തെയും എടുത്തു പറയുന്നില്ല. പക്ഷേ എല്ലാ മതത്തിലും മനുഷ്യരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കണം, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. കേട്ടോ, സ്നേഹത്തിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. എന്നാൽ മനുഷ്യരെ വിദ്വേഷത്തോടെ കാണാനും അവർക്കെതിരെ തിന്മ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരു മതവും അല്ലെങ്കിൽ ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു സംഘടനയും ഒരിക്കലും ശരിയല്ല. സ്നേഹത്തെ സ്നേഹിക്കാനും മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി നല്ലത് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന എല്ലാ മതവും ദൈവം അറിയുന്നുണ്ട്, ദൈവം അത് അംഗീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ തെറ്റായ രീതിയിൽ ചിന്തിച്ചാൽ പോലും, അതായത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ കാര്യങ്ങൾ, അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നറിഞ്ഞാലും പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തിയും അവരുടെ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അവർ ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്നും, അതുമാത്രമല്ല അവർ ചെയ്യുന്നത് നന്മയും സ്നേഹമുള്ള കാര്യങ്ങളാണെങ്കിൽ ദൈവം അവരോട് കരുണ കാണിക്കും. എന്നാൽ അവർ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ, മനുഷ്യരെ വെറുക്കുകയും മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു മതത്തിൽ പഠിപ്പിക്കുന്നതെങ്കിൽ ആ മതത്തെ ദൈവം ഒരിക്കലും അംഗീകരിക്കില്ല. ആ മതം ഒരിക്കലും നിലനിൽക്കില്ല. ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, അക്രമം പ്രചരിപ്പിക്കുന്ന ഒരു മതവും നിലനിൽക്കില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. കാരണം ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ അവസാനത്തിൽ ഒരു ന്യായവിധി നടക്കും എന്ന് ബൈബിളിൻ്റെ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ആ സംഭവത്തിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊരു ന്യായവിധി ഉണ്ടാവും. ഇതെല്ലാം ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെയായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരോടും വിശ്വസ്തത പാലിച്ച് ജീവിക്കാൻ കഴിയുകയും ചെയ്യട്ടെ. അതിനായിട്ട് സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ബഹുമാനിക്കുക. പക്ഷേ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് വിശ്വസിക്കുക. തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഈ കാലഘട്ടത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പുകളെ പോലെ വിവേകികളുമായിരിക്കണമെന്ന്. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ എടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ഉപദേശമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പുകളെ പോലെ വിവേകികളുമാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സ്വർഗമാണ്. നമുക്കതിന് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന മാർഗത്തിലൂടെ കടക്കാം. അതിന് സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു കാരണവശാലും നമ്മുടെ ലക്ഷ്യം മാറാതെ ഇരിക്കട്ടെ. പിന്നെ ഒരിക്കലും നമ്മൾ പുറകോട്ട് ചിന്തിക്കരുത്. എല്ലാത്തിൻ്റെയും കഴിഞ്ഞു പോയത് നമ്മളെക്കൊണ്ട് മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞത് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം ഇനി ചെയ്യുന്നതിൽ നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.